ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു ദിവസമായിരുന്നു ഇത്. അതെ, 5ാം ആഴ്ചയിൽ 5 വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ കയറിയിരിക്കുന്നത്. 5 വൈൽഡ് കാർഡുകൾ. അങ്ങനെ 5 വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അനുമോളും ജിസയിലും ജയിലിനകത്ത് പോയിട്ട് കോംപ്രമൈസ് ആക്കാനുള്ള ശ്രമത്തിലാണ്. കോംപ്രമൈസ് ആയെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായും കോംപ്രമൈസ് ആയിട്ടില്ല. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ തന്നെ ജിസൈലിനും നമ്മുടെ ആരിനുമെതിരെ ഒരു വെളിപ്പെടുത്തൽ മസ്താനി നടത്തിയിരിക്കുകയാണ്. അതിനെ ശരിവെക്കുകയാണ് ആര്? നമ്മുടെ അനുമോള് ശരിവെക്കുകയാണ്. അനുമോള് കണ്ടിട്ടുള്ളത് പറയുന്നുണ്ട്. എന്താണെന്നല്ലേ പറയാം. ക്യാപ്റ്റൻസി ടാസ്ക് കടന്നു. ഇതുപോലായിട്ട് കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ആയവരും ജിസയിലും അനുമോളും അല്ലാതെ പിന്നെയും അവിടെ നോമിനേഷൻ നടന്നു. എന്താണ് ഇന്ന് വീഡിയോ നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പോ വൈൽഡ് കാർഡ് എൻട്രി നടന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആദ്യമേ വിളിച്ച് ശരത്തപ്പാനി സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു ടോക്കിൽ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആദില സമ്മതിക്കുന്നില്ല. വളരെ മോശമായിട്ടൊരു തെറിയാണ് അപ്പാനി തന്നെ ആദിലിനെ വിളിച്ചത്. അതിന് ആദില സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് രാവിലത്തെ ലൈവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറിംഗ്. രാവിലെ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വൈൽഡ് കാർഡ് എൻട്രി വരുന്നത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഈ 5ാം ആഴ്ചയിൽ 5 വൈൽഡ് കാർഡുകൾ കയറുകയാണ്. ഇവരെ ഓരോരുത്തരായിട്ട് പോയി സ്വീകരിക്കണമെന്ന് പറയാണ്. അങ്ങനെ ആദ്യം ഷാനവാസ് പോയിട്ട് നമ്മളെ ജിഷിൻ മോഹൻ, അതെ ഇത്രയും നാള് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കോരം നിറഞ്ഞു നിന്ന ജിഷിൻ മോഹൻ അവസാനം വീടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ജിഷിൻ മോഹൻ എവിടെ എത്തിയിരിക്കുകയാണ്? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വൈൽഡ് കാർഡായിട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഷാനവാസ് സ്വീകരിക്കുന്നു, വീട് മൊത്തം കാണിക്കുന്നു, ഗിഫ്റ്റ് ആയിട്ട് ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നു, ലിവിംഗ് ഏരിയയിൽ പോയി ഇരിക്കുന്നു. ജിഷിൻ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ജിഷിൻ അത്യാവശ്യം പോയിട്ട് ഓരോരുത്തരും ചുരണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ മസ്താനിയാണ്. മസ്താനിയെ സ്വീകരിക്കുന്നത് റെനയാണ്. സെയിം ഇതുപോലെ തന്നെ വീടെല്ലാം കാണിക്കുന്നു, എല്ലാരും പോയിട്ട് പരിചയപ്പെടുന്നു. ഇതിനിടയ്ക്ക് മസ്താനിക്ക് നമ്മുടെ ജ്യൂസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ബിഗ് ബോസ് എന്ന ഗിഫ്റ്റ് ജ്യൂസ് കൊടുക്കുകയാണ് നമ്മുടെ റേന. മൂന്നാമതായിട്ട് അനീഷാണ് പോയി സ്വീകരിക്കുന്നത്. അനീഷ് നമ്മുടെ ട്രേഡിംഗ് മല്ലു എന്നാണ് അദ്ദേഹത്തിന്റെ സർനെയിം എന്ന് തോന്നുന്നു. ശരിക്കുള്ള പേര് പ്രവീൺ എന്നാണ്. അദ്ദേഹത്തെ പോയിട്ട് നമ്മുടെ അനീഷ് സ്വീകരിക്കുകയാണ്. അനീഷ് നമസ്തേ എന്നും പറഞ്ഞാണ് അനീഷ് സ്വീകരിക്കുന്നത്. അങ്ങനെ പ്രവീൺ കയറുകയാണ്, വീടിനുള്ളിൽ കയറുകയാണ്. വീട് കാണുന്നു, ആപ്പിൾ ഗിഫ്റ്റ് ആയിട്ട് അനീഷ് കൊടുക്കുന്നു, പോയിരിക്കുന്നു. ഇതിന് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സാബുമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഡാൻസറും ഇൻഫ്ലുവൻസറും ഒക്കെയാണ്. പുള്ളി വരെയാണ്. നമ്മുടെ ആര്യനാണ് സ്വീകരിക്കുന്നത്. വീട് കാണുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റ് ആയിട്ട് മുട്ടയാണ് കൊടുക്കുന്നത്. ആര്യൻ പോയിരിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി സ്വീകരിക്കുന്ന നെവിനാണ്. വീട് കാണുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു, ഗിഫ്റ്റായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നു, പോയിരുത്തുന്നു. അങ്ങനെ 5 വൈൽഡ് കാർഡുകൾ. സാബുമാൻ, ജിഷിൻ മോഹൻ, വേദലക്ഷ്മി, മസ്താനി ആൻഡ് പിന്നെ പ്രവീൺ. ഈ 5 പേരാണ് വൈൽഡ് കാർഡായിട്ട് കയറിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. വൈൽഡ് കാർഡ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇതിനുശേഷം ഇവർക്കായി ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. ടാസ്ക് ലെറ്റർ വായിക്കുന്ന പ്രവീൺ ആണ്. അതായത് ഗ്യാങ് ആയിട്ട് ഗെയിം കളിക്കുന്നവർ, ഗ്യാങ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇഗ്നോർ ചെയ്ത് ഗെയിം കളിക്കുന്നവർ, ഇത് പോരാനിട്ട് ഇതിലൊന്നും പെടാതെ യൂസ്ലെസ് ആയിട്ട് നിൽക്കുന്നവർ, അങ്ങനെ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്യാണ്. ഇതില് നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ട്. നെവിൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാരെയും സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ജിഷിനാണെങ്കിൽ ജിസയിൽ ഇഗ്നോർ ചെയ്ത് കളിക്കുന്നു, സാബുമാൻ ആണെങ്കിൽ അനുമോള് ഗ്രൂപ്പ് ഗ്യാങ് ഇഗ്നോർ ചെയ്ത് കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും പോരാനിട്ട് മെയിൻലി അപ്പാനിയും അക്ബറും തന്നെയാണ് ഗ്യാങ് ആയിട്ട് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ പേര് ആദ്യമേ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഇവരുടെ പേര് പറയണതാണ്. പക്ഷെ ഇവർക്കാർക്ക് പേര് പറയാനില്ലായിരുന്നു. അവസാനം ഇതില് യൂസ്ലെസ് ആയിട്ട് കളിക്കുന്നത് സാബുമാൻ പറഞ്ഞ ആദിലേനെയാണ്. നെവിനും ആദിലെ മാത്രമേ ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെവിനാണ് ഒന്നിലും പെടാതെ വന്നത്. അങ്ങനെ നെവിന് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. നെവിന്റെ പേര് ഇവരെ പറയാത്തുണ്ട്. സ്വാഗതം ചെയ്യുക, ബിഗ് ബോസ് വീട്ടിലെ വെല്ലുവിളികളെ പറ്റി പറയുക, പേര് ഉൾപ്പെടുത്താത്തതിൽ നന്ദി പറയുക, അവസാനം എന്ത് ചെയ്യുക, അവസാനം നിങ്ങൾ ആരും വലിയ പുള്ളികളല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് നെവിന്റെ ടാസ്ക്. ഈ ടാസ്കിനിടയ്ക്ക് ഷാനവാസിന് ബോറടിച്ച് ഷാനവാസ് എന്തോ പറഞ്ഞതിന് നെവിൻ തിരിച്ച് പറയുന്നുണ്ട്. ഇത് നോറ ഏച്ച് പിടിച്ച് നെവിനും നോറയും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവിടെ വഴക്കുണ്ടാവുന്നു. ഇതിനിടയ്ക്ക് റെനയെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ഇതിനിടയ്ക്ക് റെനയെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് നോറയുടെ കയ്യിൽ നിന്ന്. സെർലാക്ക് അമ്മായിന് റെനയ്ക്ക് പേര് വിട്ടിരിക്കുകയാണ് നൂറ.
അതിനുശേഷം ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതില് ജിഷിനും മസ്താനി ഇവിടെ ആദ്യമേ കയറി ചൊറിഞ്ഞത് വേറെ ആരെയുമല്ല, രേണു സുധീനെയാണ്. എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലായില്ല. രേണു ആണ് ഇവിടെ യൂസേജ് ആണെന്ന് മസ്താനി പറയുന്നത്. അങ്ങനെ രേണു സുധീൻ എന്ത് ചെയ്യാണ്, പോയി ചൊറിയാണ് നമ്മുടെ മസ്താനി. അങ്ങനെ മസ്താനി അവിടെ രേണു സംസാരിക്കും. ഇതിലേക്ക് ജിഷിന് ഓരോരുത്തരും ചെന്നിട്ട് കയറി ചൊറിഞ്ഞ് തോണ്ടി എടുക്കുന്നുണ്ട്. ആ ഗെയിമൊക്കെ ഇങ്ങനെ തോണ്ടി ജിഷിനെ എടുക്കുന്നുണ്ട്. ജിഷിന് അത്യാവശ്യം ഒത്തിരി കൊള്ള ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എല്ലായിടം പോകുമെന്ന്. പിന്നെ വേദലക്ഷ്മി അത്യാവശ്യം ഗെയിം ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അത് എപ്പിസോഡിൽ അധികം കാണിച്ചിട്ടില്ല. കൂടുതലും ജിഷിനും മസ്താനിയാണ് ഫോക്കസ് ചെയ്ത് ബിഗ് ബോസ് കാണിച്ചത്. വേറെ ആരെയും വലുതായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചില്ല. ഗെയിം കളിച്ചിട്ട് എന്തോ. ഇതിനിടയ്ക്ക് നോമിനേഷൻ നടന്നിട്ടുണ്ട്. നോമിനേഷനിൽ നോമിനേറ്റഡ് ആയിട്ടുള്ളത് ഈ നെവിനും ഈ 5 വൈൽഡ് കാർഡ് ഉൾപ്പെടെ. ഇതിനൊക്കെ നെവിൻ ക്യാപ്റ്റൻസി ടാസ്ക് വിൻ ചെയ്തു. കാലി കുരുക്ക് കെട്ടിച്ച് അത് അഴിക്കാനാണ് ടാസ്ക്. അത് നെവിൻ വിൻ ചെയ്തു. അങ്ങനെ നെവിനെ ക്യാപ്റ്റനായ നെവിനും ഇവരും ഇത്രയും പേരും എന്ത് ചെയ്യണം, വൈൽഡ് കാർഡിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയി. പഴയ നോമിനേഷൻ ലിസ്റ്റും അതുപോലെ തന്നെ ജിസൈൽ, അനുമോള്, പിന്നെ ഇന്ന് നോമിനേഷൻ നടന്നിട്ടുണ്ട്. ആ നോമിനേഷൻ ആയവരും എല്ലാവരും കൂടെ ചേർത്ത് ഹൗസ് ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ നോമിനേഷൻ. അത് പിന്നെയും വോട്ടിംഗ് ലൈൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഇതിനുശേഷം നടക്കുന്നത് ഈ വൈൽഡ് കാർഡുകളെ പറ്റിയിട്ടുള്ള നിലവിലുള്ള വീട്ടുകാരുടെ ഒരു അനാലിസിസ് നടക്കുന്നുണ്ട്. നമ്മുടെ 3 ഡോട്ട് ഗ്യാങ്സും എല്ലാവരും പോയിട്ട് അനാലിസിസ് നടത്തുന്നുണ്ട്. ഇടയ്ക്ക് കിട്ടുന്ന മുറയ്ക്ക് രേണുസുധിക്ക് ചൊറിയുന്നുണ്ട്. അതിനൊക്കെ ഒരിക്കൽ ചൊറിയാൻ പോയപ്പോൾ രേണുസുധി ഡാൻസ് ഒക്കെ കളിച്ച് അതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. രേണു ഇപ്പൊ വാ തുറന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ സ്പേസ് ഒക്കെ രേണുവിന് കിട്ടിയിട്ടുണ്ട്. ഇത് പോരാനിട്ട് നമ്മുടെ ജിസയിലും അനുമോളും ജയിലിൽ പോയി. ജയിലിൽ പോയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ആരും ചൊറിയാൻ വന്നപ്പം അനുമോള് ഇവനോടെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആര്യൻ എന്താണ്, നിനക്ക് ജലസാണെന്ന് പറഞ്ഞ് ആര്യൻ അങ്ങോട്ട് മാറി മാറി പോകുന്നുണ്ട്. അങ്ങനെ 2 മണിക്കൂർ ജിസയിലും അനുമോളും ജയിലിൽ കിടന്ന് അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്, അറിഞ്ഞുകൊണ്ടാ. പക്ഷെ ഇവരിനുള്ളിൽ ഗെയിം ഇരിക്കുന്നതാണ് നല്ലത്. എന്നാലും അനുമോൾക്ക് കണ്ടന്റ് ഉള്ളൂ, ജിസയിലിനും കണ്ടന്റ് ഉള്ളൂ. ജിസയിന് വേറെ ഒരു കണ്ടന്റ് ഉള്ളൂ, അനുമോൾ മാത്രമേ ഉള്ളൂ. സീരിയസ്ലി. അങ്ങനെ പിന്നെ ഇടയ്ക്ക് നൂറയും റെനയും തമ്മിൽ കോംപ്രമൈസിന് ജിഷിൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ റെന കരയുന്നുണ്ട്, നൂറ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് ആദിലക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആദില സംസാരിക്കുന്നുണ്ട്, നൂറക്കെതിരെ സംസാരിക്കുന്നുണ്ട്, നൂറയോട് സംസാരിക്കുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നൂറ ആദില പറയുന്നുണ്ട്. പക്ഷെ ആദില മൈൻഡ് ഗെയിമാണ് ആദിലയുടെ ഇവിടുത്തെ കളി. ഇപ്പൊ എന്തോ റെന ആണെങ്കിൽ നൂറേനെയാണ് എയിം ചെയ്യുന്നത്. അനുമോളെ വിട്ടിച്ചുണ്ട് റെന. ഇങ്ങനെ വിട്ട് കളിച്ചാൽ കൊള്ളാം, ഗെയിം കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആവും. ഇനി എങ്ങനെയാണ് ഈ വൈൽഡ് കാർഡ് എൻട്രി നടത്തുന്നതെന്ന് കളിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രിക്ക് ഡ്രസ് ഇല്ല കേട്ടോ. അവർക്ക് എന്താണുള്ളത്, ബിഗ് ബോസിന്റെ യൂണിഫോം മാത്രമേ ഉള്ളൂ. ഡ്രസ്സൊന്നും വൈൽഡ് കാർഡ് എൻട്രിക്ക് ഇല്ല. പിന്നെ നോമിനേഷനും അതൊക്കെ കഴിഞ്ഞല്ലോ. പിന്നീട് ഷാനവാസ് അക്ബർ എന്ന് ഒരസുന്നുണ്ട്. ഇതിനിടയ്ക്ക് മസ്താനി ഒരു തിരി കൊളുത്തി വിട്ടു. അതായത് അക്ബർ ഇവിടെ നോമിനേറ്റ് ചെയ്തത് നോമിനേഷൻ ഡിസ്കഷനിലൂടെയാണ്. അതായത് അപ്പാനെ അക്ബർ തമ്മിൽ നോമിനേഷൻ ഡിസ്കഷൻ നടത്തിയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു തിരി കൊളുത്തി വിട്ടിരിക്കുകയാണ് നമ്മുടെ മസ്താനി. ഞാൻ വിചാരിച്ച അനുമോൾക്കെതിരെ കളിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ മസ്താനി ഇവിടെ അക്ബറിനെതിരാണ് കളിക്കുന്നത്. അത് മാത്രമല്ല വൈൽഡ് കാർഡ് എൻട്രി വന്നൊന്നും അക്ബറിന് പിടിച്ചിട്ടില്ല. അക്ബറിന് പിടിച്ചിട്ടേ ഇല്ല. ഒരൊറ്റ എണ്ണത്തിന് അക്ബറിനെ പിടിച്ചിട്ടേ ഇല്ല. നോക്കാം, ഇനി മാറി വരുമല്ലോ, സമയം മാറുന്തോറും കോലങ്ങൾ മാറി വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി ഇന്നത്തെ കാര്യങ്ങൾ നടന്നത്. പക്ഷെ എന്താണ് ഇന്ന് ഇത്തിരി ഉച്ചയ്ക്ക് ശേഷം കണ്ടന്റ് മൊത്തം വന്നത്. ഉച്ചയ്ക്ക് മുമ്പ് കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. കൊള്ളാം, നല്ല. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്നൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നോക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. മസ്താനി നമ്മുടെ ആര്യനെയും ജിസൈനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് അനുമോള് സമ്മതിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആര്യനും ജിസയിലും ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ബ്ലാങ്കറ്റിന്റെ അടിയിൽ വേറെന്തോ പരിപാടി ഉണ്ടെന്ന് മസ്താനി പറഞ്ഞിരിക്കുകയാണ്. മസ്താനി ആദിലയോട് പറഞ്ഞു, ആദില അനുമോളോട് പറഞ്ഞു, ഷാനവാസ് ഇരിക്കെ പറഞ്ഞു. അനുമോള് സമ്മതിക്കുകയാണ്. അനുമോൾ ഇത് കണ്ടിട്ടുണ്ടെന്ന് അനുമോള് പറയാണ്. എന്ന് വെച്ചാൽ അനുമോള് കണ്ടിട്ടുണ്ടെന്ന് അനുമോള് ഉറപ്പിച്ച് പറയാണ്. ഞാൻ കണ്ടു എന്ന് അനുമോള് പറയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോ കണ്ടു, ഒരു 10-20 മിനിറ്റ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തോ ഉണ്ടെന്ന് അവർ പറയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആരുടെ ചോദിക്കണം. കാരണം ഇത് ഹിന്ദി ബിഗ് ബോസ് ലെവലിൽ പോകുന്ന അറിയില്ല. കാരണം ഹിന്ദി ബിഗ് ബോസിലും പിന്നെ അതർ കൺട്രിയിലുള്ള ബിഗ് ബോസുകളിലാണ് ഇങ്ങനെ
കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ പ്രേക്ഷകർ കുറച്ച് സെൻസിറ്റീവായിട്ട് പിടിക്കുമെന്നൊന്നും അറിയില്ല. നോക്കാം നമുക്ക് എന്തായാലും എന്താണ് ആര്യനും ജിസയിലും ഇനി അനിമോൾക്കെതിരെ തിരിയുകയാണെങ്കിൽ അനിമോൾക്ക് ഒരു ആയുധം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അനിമോൾ അത് ജിസയിനോട് പറയാനിരുന്നതാണ്. കാരണം ആര്യനുമായിട്ട് അനിമോൾ കോംബോ പിടിക്കുന്നതാണ് ജിസയിൽ ജയിലിൽ ഇരുന്ന് പറഞ്ഞപ്പം ഇതിനാ പറയുന്നതാണ്. പക്ഷെ പറയാതിരുന്നത് എന്റെ മാനത അനിമോളും പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഇത്രയും മെയിൻ ആയിട്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ. ജയിലിലും സംസാരം നടക്കുന്നുണ്ട്. പിന്നെ എന്തോന്നാണ്, പിന്നെ ഇതിനൊക്കെ രേണു പറയുന്നുണ്ട്, വസ്താനയോട് സംസാരിച്ച് രേണു പറയും ഞാൻ വിധവയല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് ജിഷിൻ പോയിട്ട് ഓരോരുത്തർ തോണ്ടുന്നുണ്ട്. മസ്താനി നന്നായിട്ട് ഇവിടെ രേണുവിനെ ചൊറിയുന്നുണ്ട്. ബാക്കിയെല്ലാം ഓഫായിട്ട് കിടക്കുകയാണ്. വേദലക്ഷ്മി ഇടാത്ത അത്രയും. പക്ഷെ വേദലക്ഷ്മി നന്നായിട്ട് ഗെയിം കണ്ടിച്ച് വന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വേദലക്ഷ്മി. പക്ഷെ സാബു മാൻ പ്രവീണും അത്ര ആക്റ്റീവായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഇവര് ഗെയിം കളിക്കുന്നതാണ് പ്രതീക്ഷ. നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിൽ നോക്കാം എന്തായിരിക്കും നാളെ ഇവർക്ക് കിട്ടാൻ പോകുന്ന പണി എന്നൊക്കെ നമുക്ക് നോക്കാം. സോ എനിവേ, താങ്ക് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യണം. കാരണം വീഡിയോയ്ക്ക് റീച്ച് കുറവാണ്, വ്യൂസ് കുറവാണ്. കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഫൈനലി താങ്ക് യു സോ മച്ച്.